പെട്ടവരെ, ഫ്രോയിഡിൻ്റെ മൂന്നാമത്തെ ഘട്ടം, അതായത് സൈക്കോ അനലിറ്റിക്കൽ തിയറിയിൽ മൂന്നാമത്തെ ഘട്ടമാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്. ഒരു വ്യക്തിയിൽ ലൈംഗിക വികാസം എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ പരിചയപ്പെടുന്നത്. ഈ സ്റ്റേജിനെ 5 ഘട്ടമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഓറൽ സ്റ്റേജ്, 2 അനൽ സ്റ്റേജ്, മൂന്നാമത്തത് ഫാലിക് സ്റ്റേജ്, നാലാമത്തത് ലേറ്റൻസി സ്റ്റേജ്, അഞ്ചാമത്തത് ജെനിറ്റൽ സ്റ്റേജ്. എന്താണെന്ന് വ്യക്തമായിട്ട് പറയാം. അതിൽ നിന്നും ഒരു ഭാഗത്തു നിന്ന് മാത്രമേ ചോദ്യം വരുള്ളൂ. എന്നാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം എന്താണ് കേട്ടോ. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ഓറൽ സ്റ്റേജ്. ബർത്ത് ടു 2 ഇയേഴ്സ് വരെയാണ്. ജനനം തൊട്ടിട്ട് 2 വയസ്സ് വരെയാണ് ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഇവിടെ കുട്ടിക്ക് ഒരു ലൈംഗികമായിട്ടുള്ള ഒരു സോൺ എന്ന് പറയുന്നത് അവൻ്റെ വായാണ്. അറ്റ് ദി സ്റ്റേജ് മൗത്ത് ഈസ് ദി ഇറോജീനിയസ് സോൺ. കുട്ടിക്ക് ഒരു ആത്മസംതൃപ്തി കിട്ടുന്നത് വായ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് കുട്ടി എന്താ കുടിക്കുക, മുലപ്പാലൊക്കെ കുടിക്കുന്നൊരു സമയമാണ് അല്ലേ. അവിടെ എന്തെങ്കിലും കുട്ടി ജനിച്ച് വീഴുമ്പോൾ പാൽ കുടിക്കുന്ന രീതിയിൽ അവൻ്റെ ഇറോജീനിയസ് സോൺ എന്ന് പറയുന്നത് എന്താണ്, വായ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ആനൽ സ്റ്റേജ് ആണ്. ആനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2 തൊട്ടിട്ട് 3 വയസ്സ് വരെയാണ്. ഈ അറ്റ് ദി സ്റ്റേജ് sexual pleasure is focused on the anal zone. The child achieves gratification through retention and expulsion of feces and also through the anal manipulation. ഈ 2 തൊട്ടിട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ജെനിറ്റൽ ഓർഗൻസിൻ്റെ അവിടെ തൊടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അപ്പോൾ നമ്മൾ പറയും ട്രൗസർ ഇട്ട് കൊടുക്ക്, അവൻ്റെ അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു എന്നൊക്കെ പറയില്ല. അതാണ് ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഫ്രോയിഡ് മാത്രമേ ഇങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതൊന്നും സാധാരണ ടീച്ചർമാർ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാറില്ല, പക്ഷേ അധ്യാപകരെല്ലാം അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ്. ദെൻ ഫാലിക് സ്റ്റേജ് അല്ലേ. ഇപ്പോൾ നമ്മൾ അഡോൾസൻസിൻ്റെ ക്ലാസ് എടുക്കുമ്പോഴേ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. പല കാര്യങ്ങളും ഈവൻ നമ്മുടെ പാരൻസ് പോലും കുട്ടികൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പല ചൂഷണങ്ങളും ഇന്ന് നേരിടുന്നുണ്ട്. നമ്മൾ പോക്സോ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പം ആനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ജെനിറ്റൽ ഓർഗൻസിന് തൊടുന്നതൊക്കെ ഇഷ്ടമാണ്. ദെൻ മൂന്നാമത്തത് ഫാലിക് സ്റ്റേജ് ആണ്. ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവർ ഓപ്പോസിറ്റ് തൻ്റെ ശരീരത്തെ പോലെ തന്നെ മറ്റുള്ളവരുടെ ശരീരത്തെ കുറിച്ചിട്ട് അറിയാനായിട്ട് ശ്രമിക്കും. ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 3 തൊട്ടിട്ട് 5 വയസ്സ് വരെയാണ്. ഈ സ്റ്റേജിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും സംഭവിക്കുന്നത് കേട്ടോ. ദെൻ 4ാമത്തെ സ്റ്റേജാണ് ലേറ്റൻസി സ്റ്റേജ്. ലേറ്റൻസി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 6 വയസ്സ് തൊട്ടിട്ട് അവർ പ്രായപൂർത്തിയാവുന്നത് വരെയാണ്. ഇപ്പോൾ പ്രായപൂർത്തിയാവുന്നത് വരെയാണ്. ഇതിൽ പ്രായപൂർത്തിയാവുന്നത് വരെ അവരതിനെ പറ്റിയിട്ട് സെക്ഷുവാലിറ്റീനെ പറ്റിയിട്ട് എന്താണ് അത്രയും എന്താണ് കെയർഫുള്ളായിരിക്കില്ല. അവരതിനെ പറ്റിയിട്ട് പഠനം, കളി അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അതിനുശേഷം ദെൻ ലാസ്റ്റ് സ്റ്റേജാണ് ജെനിറ്റൽ സ്റ്റേജ്, അഡോൾസൻസ് ആൻഡ് ബിയോണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കാണ്. അതായത് പ്രായപൂർത്തിയായിട്ട് പിന്നീട് മുതിർന്നവരാകുമ്പോൾ അറിയാലോ, ഹിയർ ദ പ്ലഷർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ മെച്യൂർ സെക്ഷൽ റിലേഷൻസ് വിത്ത് ദി പാർട്ട്ണർ ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ 5 സ്റ്റേജുകളായിട്ടാണ് ഇദ്ദേഹം ഫ്രോയിഡ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റിനെ പറയുന്നത്. ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഇതിൽ ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്ന 3ാമത്തെ സ്റ്റേജ് തൊട്ടിട്ട് 3 വയസ്സ് തൊട്ടിട്ടുള്ള 5ാമത്തെ വയസ്സ് വരെ അതിൽ കാണപ്പെടുന്ന ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ആണ് ചോദിക്കുക. ഇത്രേ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ആരുടെ തിയറി എന്ന് പറയുന്നത്, ഫ്രോയിഡിൻ്റെ തിയറി. അപ്പം നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ 3 തിയറി